ആപ്ലിക്കേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗോസസ് ലോ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ട ടേമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ്. ഇപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the number of lines of force passing through a given area. ഇപ്പോൾ ഈ തന്നേക്കുന്ന ഏരിയയിലൂടെ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് ത്രൂ എ ഗിവൺ ഏരിയ. ഇനി ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഏരിയ വെക്റ്ററിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഏരിയ വെക്റ്റർ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് ത്രൂ എ ഗിവൺ ഏരിയ. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഏരിയ വെക്റ്ററിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഏരിയ വെക്റ്റർ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് തന്നേക്കുന്ന ഒരു ഗിവൺ പ്ലെയിൻ ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്ലെയിനിൻ്റെ ഏരിയ വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്ലെയിൻ എടുക്കുമ്പോൾ അതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞത് ഇതല്ലയോ, ഈ സർഫസിന് നോർമലായിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഏരിയ വെക്റ്റർ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സർഫസ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള സർഫസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ സർഫസ് നമ്മൾ എന്ത് ചെയ്തു, നൂത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സർഫസ് ആണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇത്. ഇപ്പോൾ ഈ പ്ലെയിനിന് നോർമൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ, ഇതാണ്ട് ഇങ്ങോട്ടായിരിക്കും ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഏരിയ വെക്റ്റർ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സർഫസ് വരുന്നതെങ്കിൽ ഏരിയ വെക്റ്റർ എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ട്. അതായത് എപ്പോഴും ഏരിയ വെക്റ്റർ എടുക്കുന്നത് നമുക്ക് തന്നേക്കുന്ന സർഫസ് ഏതോ ആ സർഫസിന് നോർമലായിട്ടായിരിക്കും. അപ്പോൾ ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഏരിയ വെക്റ്ററിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, ഇ ഡി എസ് കോസ് ഫൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. കൺഫ്യൂഷൻ വരേണ്ട, ഇ ഡി എസ് കോസ് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്ടറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്ടർ, ഇതാണ് നമ്മുടെ ഏരിയ വെക്റ്റർ ഡി എസ്. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഫ്ലക്സ് നമുക്ക് എങ്ങനെ എഴുതാം, ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഈ കോസിന് മാക്സിമം വാല്യൂ വരുന്നത് തീറ്റ എത്രയാകുമ്പോഴാണ്, കോസ് 0 ഈക്വൽ ടു 1. അതായത് കോസിൻ്റെ മാക്സിമം അല്ല, അതായത് തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കണം, 0. തീറ്റ 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്റ്ററും നമ്മുടെ ഏരിയ വെക്ടറും എങ്ങനെയായിരിക്കണം, പാരലൽ ആയിരിക്കണം. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴെങ്ങനെയായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്ടറും ഏരിയ വെക്ടറും എങ്ങനെയായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്ലക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന് മാക്സിമം വാല്യൂ കിട്ടുന്നത് തീറ്റ 0 ആകുമ്പോഴും മിനിമം വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്, തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴുമാണ്. ഏരിയ വെക്ടർ എടുക്കുന്ന കാര്യം പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഏരിയ വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഗോസസ് ലായുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഗോസസ് ലായുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് electric flux through a closed surface in free space. Electric flux through a closed surface in free space is equal to 1 by epsilon 0 times the net charge enclosed by the surface. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് എവിടെ ഇരിക്കുന്ന, ഫ്രീ സ്പേസ് ഇരിക്കുന്ന ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ അത് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതും, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്, ഇ ഡോട്ട് ഡി എസ്. ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് എന്ത്, നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. നമ്മൾ എടുക്കുന്ന ക്ലോസ്ഡ് സർഫസിലെ നെറ്റ് ചാർജിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ്, 1 by epsilon 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്, ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്ന ഒരു
ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? ഗോസസ് ലോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് നെറ്റ് ചാർജ് ആയിരിക്കും. ഇനി അടുത്തത് ഗോസസ് ലോയുടെ പ്രൂഫാണ്. അതിനായിട്ട് നമ്മളൊരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ സെൻറ്ററാണ് O. അവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട് +Q. അപ്പോൾ ഈ +Q ചാർജിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റാണ് PM. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ നമ്മളൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു DS. ഇനി ഈ DS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ ഇങ്ങനെ ഇരിക്കുകയില്ലേ? അപ്പോൾ ഈ DSൻ്റെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? ഏരിയ വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ സർഫസിന് നോർമലായിട്ട് അല്ലേ? സർഫസിന് നോർമൽ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷൻ തന്നെ വരും? നമ്മുടെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ സെയിം ഡയറക്ഷൻ തന്നെ വരും. എന്ത്? DS ഏരിയ വെക്ടർ. അപ്പോൾ ഇവിടെ E ഡോട്ട് DS പകരം നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടുത്തെ ആംഗിൾ θ0 ആണ്. അപ്പോൾ അത് നമുക്ക് എന്തെന്ന് എഴുതാം? EDS എന്ന് എഴുതാം അല്ലയോ? ഇനി ഈ +Q ചാർജ് മൂലം P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എത്രയാണ്? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/4πε0 Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാണ്? P വരെയുള്ള R. അപ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ എത്രയാണ്? R². ഇതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ. ഇനി ഇവിടെ നമ്മളൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു. എന്താണ്? DS. അപ്പോൾ ആ സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് നമുക്ക് എങ്ങനെ എഴുതാം? d∅ എന്ന് എഴുതാം. d∅ ഈക്വൽ ടു E ഡോട്ട് DS. ഇവ തമ്മിലുള്ള ആംഗിൾ θ0 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് EDS എന്ന് എഴുതാം. ഇനി ഇയുടെ വാല്യൂ എത്രയാണ്? E ഈക്വൽ ടു 1/4πε0 Q/R² ഇൻറ്റു DS. അങ്ങനെയാണ് ടോട്ടൽ ഫ്ലക്സ്, അതായത് ഈ ഹോൾ സ്പെറിക്കൽ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് φ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ d∅ ആയിരിക്കും. ഇൻ്റഗ്രൽ d∅ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1/4πε0 Q/R² DS. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q/R² ഇൻറ്റു ഇൻ്റഗ്രൽ DS. ഇനി ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്പെറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ സർഫസ് ഏരിയ. സ്പെറിക്കൽ സർഫസിൻ്റെ സർഫസ് ഏരിയ എത്രയാണ്? 4πr² അല്ലേ? അപ്പോൾ 1/4πε0 Q/R² ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 4πr². അപ്പോൾ ഈ 4πr²ഉം 4πr² ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? Q/ε0. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് φ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? Q ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും. അപ്പോൾ ഗോസസ് ലോയുടെ പ്രൂഫ് എങ്ങനെയാണ് പറഞ്ഞാൽ നമ്മളൊരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു. അവിടെ ഒരു +Q ചാർജിനെ വെച്ചിട്ടുണ്ട്. ആ +Q ചാർജിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണ് PM. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ ഒരു ചെറിയ ഏരിയ DS കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ ഏരിയയ്ക്ക് നോർമലായിട്ട്, അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ. അപ്പോൾ θ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ E ഡോട്ട് DS ഈക്വൽ ടു EDS. ഇനി ഈ പോസിറ്റീവ് ചാർജ് മൂലം പിയിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? E ഈക്വൽ ടു 1/4πε0 Q/R² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് d∅ ഈക്വൽ ടു E ഡോട്ട് DS അല്ലെങ്കിൽ EDS. ഇക്ക് പകരം 1/4πε0 Q/R² ഇൻറ്റു DS. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ d∅. ഇൻ്റഗ്രൽ 1/4πε0 Q/R² ഇൻറ്റു DS. ഇനി ടോട്ടൽ സർഫസ് ഏരിയ, സ്പെറിക്കൽ സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 4πr². അപ്പോൾ φ ഈക്വൽ ടു എത്ര കിട്ടും? Q/ε0. ഇതാണ് ഗോസസ് ലോയുടെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. ഗോസസ് ലോയുടെ 3 ആപ്ലിക്കേഷൻ പഠിക്കണം. ഗോസസ് ലോയുടെ 3 ആപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ 3 എണ്ണം ഉണ്ട്. ഒന്ന് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 2 സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 3 വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 എണ്ണമുണ്ട്. ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജസ് ഒരു
ലൈനിലാണ് ചാർജസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതെങ്കിൽ അല്ല ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലൈനിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ചാർജസിനെ നമ്മളൊരു സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ ഒരു ഗിവൺ ഏരിയയിലാണെങ്കിൽ. ഇനി വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ചാർജസിനെ ഒരു ഗിവൺ വോളിയത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഇതൊരു ക്യൂബിക്കൽ സർഫസ് ആണ്. ഈ സർഫസിനുള്ളിലായിട്ടാണ് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ചാർജസിനെ ഒരു ലൈനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു സർഫസിലാണെങ്കിൽ അത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു വോളിയത്തിൽ ഗിവൺ വോളിയത്തിലാണെങ്കിൽ അതിനെ എന്ത് പറയും? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഓരോ ചാർജ് ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ചാർജ് ഡെൻസിറ്റീസ് ഉണ്ട്. ലൈൻ ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായിരിക്കും? ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ലെങ്ത്, ഒരു ഗിവൺ ലെങ്തിലാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബ്, ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ലൈൻ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? കൂളോംബ് പെർ മീറ്റർ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ സിഗ്മ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഗിവൺ സർഫസ് അല്ലെങ്കിൽ ഗിവൺ ഏരിയ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ വരും? കൂളോംബ് പെർ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ അടുത്തത് വോളിയം ചാർജ് ഡെൻസിറ്റി റോ, ചാർജ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ കൂളംബ് പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 ടൈപ്പ് ഉണ്ട്. ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചാർജസിനെ ഒരു ലൈനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ചാർജ് ഡെൻസിറ്റിയാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി. അതെന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ കൂളംബ് പെർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചാർജസിന് ഒരു ഗിവൺ ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ അതിന് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ചാർജ് ഡെൻസിറ്റിയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്? കൂളംബ് പെർ മീറ്റർ സ്ക്വയർ. ചാർജസിനെ ഒരു വോളിയത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. അത് നമുക്ക് എങ്ങനെ എഴുതാം? റോ. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് വോളിയം, അതിൻ്റെ യൂണിറ്റ് കൂളംബ് പെർ മീറ്റർ ക്യൂബ്. ഇനി ഗോസസ് ലായുടെ 3 ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ. രണ്ടാമത്തെ ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ഫീൽഡ് ഡ്യൂ ടു സ്പെറിക്കൽ ഷെൽ. അപ്പോൾ 3 ആപ്ലിക്കേഷൻ പഠിക്കണം. ഒരു സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ മൂലമുള്ള ഫീൽഡ്, ഒരു പ്ലെയിൻ ഷീറ്റ് മൂലമുള്ളത്, അടുത്തത് ഒരു സ്പെറിക്കൽ ഷെൽ മൂലമുള്ള ഫീൽഡ്. 3ഉം ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ്. അതായത് നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ് അറിയാം. ഒന്ന് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ φ = E.ds, ആ ഒരു ഇക്വേഷൻ അറിയാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് φ = Q/ε0. ഈ 2 ഇക്വേഷൻ ഉണ്ട് ഫ്ലക്സിൻ്റെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് 3ൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫ്ലക്സ് φ = E.ds വെച്ചിട്ട് ഫ്ലക്സ് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ഗോഷ്യൻ സർഫസിൽ, സ്ട്രെയിറ്റ് വയറിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന ഗോഷ്യൻ സർഫസിൽ എല്ലാ പോർഷനിലും ഇയും ഡിഎസും തമ്മിലുള്ള ഡയറക്ഷൻ, അതായത് അവ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. എവിടെയൊക്കെ തീറ്റ 0 ആണ്, എവിടെയൊക്കെ തീറ്റ 90 ആണ്, അത് ആദ്യം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ഈ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടും. പിന്നെ അടുത്തത് ഗോസസ് ലാ വെച്ചിട്ടും ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് φ = Q/ε0. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ക്യൂവിനെ കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പം സ്ട്രെയിറ്റ് വയർ ആണെങ്കിൽ അവിടെ വരുന്നത് ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, പ്ലെയിൻ ഷീറ്റ് സ്പെറിക്കൽ ഷെല്ലോ ആണെങ്കിൽ അവിടെ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ചാർജിനെ നമ്മൾ ലൈൻ ചാർജ് ഡെൻസിറ്റിയും സർഫസ് ചാർജ് ഡെൻസിറ്റിയും ഒക്കെ പഠിച്ചില്ലേ? Q/L, Q/A എന്നൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ആ ടേമിലേക്ക് ചാർജിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് ആ ഇക്വേഷൻ എവിടെ കൊടുക്കണം? ഫൈയിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. E.ds വെച്ചുള്ള ഇക്വേഷനും കിട്ടും, φ = Q/ε0 വെച്ചിട്ട് വേറൊരു ഇക്വേഷൻ കിട്ടും. അതിനെ ഏതിൽ? ലാംഡയുടെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ കിട്ടുന്ന 2 ഇക്വേഷനോടെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഒരേപോലെ തന്നെയാണ്. അതായത് φ = E.ds വെച്ചിട്ട് കണ്ടുപിടിക്കും, പിന്നെ φ = Q/ε0 വെച്ച് കണ്ടുപിടിക്കും. രണ്ടും കൂടെ കമ്പയർ ചെയ്യും. φ = Q/ε0 ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം അവിടുത്തെ ചാർജിനെ ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റിയിൽ കൺവേർട്ട് ചെയ്യണം.
അപ്പോൾ ഇനി ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് വയർ നമ്മൾ കൺസിഡർ ചെയ്യാം, ഇൻഫൈനൈറ്റ്ലി ലോങ് ഒരു സ്ട്രെയിറ്റ് വയർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏതാ വരുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ചാർജസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്? ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചാർജ് ഡെൻസിറ്റി ഏതാണെന്ന് ഓർക്കണം, ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ. ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാം? Q/L. ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് എത്ര? L. ഇതിൽ നിന്നും ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് P. ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലക്സ് φ=E.ds വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണം. അപ്പോൾ ഈ പി എന്ന് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനിൽ വന്നത്, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്താണ്? പി എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഗോഷ്യൻ സർഫസ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഈ പിയിൽ കൂടി പോകുന്ന ഒരു ഗോഷ്യൻ സർഫസ്, ഈ ഹോൾ സ്ട്രക്ചറോടെ കവർ ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ് നമ്മളിവിടെ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആകുമ്പോൾ, ഒരു സിലിണ്ടർ ആകുമ്പോൾ അതിന് മുകളിലൊരു സർഫസ് ഉണ്ട്, താഴെ ഒരു സർഫസ് ഉണ്ട്, പിന്നെ എന്താണ് ഇങ്ങനെ ഒരു കർവ്ഡ് സർഫസ് ആണ്. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ്. അപ്പോൾ ടോപ്പിലൊരു സർഫസ് ഉണ്ട്, ബോട്ടം, പിന്നെ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. അപ്പോൾ ഈ 3 സർഫസിലെയും ഏരിയ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ സർഫസ് ഇരിക്കുന്നതെങ്കിൽ എപ്പോഴും ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെ? ഈ സർഫസിന് നോർമലായിട്ട്. അപ്പോൾ എങ്ങോട്ടാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി? ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ അതേ ഡയറക്ഷനാണ്. ഇവിടെ ആണെങ്കിലോ ഇതല്ലേ നമ്മുടെ സർഫസ് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? അതിന് നോർമൽ. അപ്പോൾ എങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും ഇവിടുത്തെ ഏരിയ വെക്ടർ. അതേപോലെ ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങോട്ട് വരും? ഇങ്ങോട്ടേക്ക് വരും. ഇവിടുത്തെ ഏരിയ വെക്ടർ ആണെങ്കിലോ ഈ സർഫസിന് നോർമലായിട്ടായിരിക്കും ഏരിയ വെക്ടർ വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ സർഫസിന് നോർമൽ എന്ന് പറയുമ്പോൾ മുകളിലോട്ട്, ഇവിടെ സർഫസിന് നോർമൽ എന്ന് പറയുമ്പോൾ താഴോട്ട് അല്ലേ? അപ്പോൾ ഈ കർവ്ഡ് പോർഷനിലെന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ അതേ ഡയറക്ഷൻ. ഇവിടെ ആണെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങോട്ട് അല്ലേ? എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഏരിയ വെക്ടർ എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. അവിടെ അതെന്താണ്? രണ്ടും പാരലാണ്. അപ്പോൾ ഇവിടെ ഇയും ഡി എസും പാരൽ. ഇവിടെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങോട്ടാണ്? എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഇയും ഡി എസും പെർപെൻഡിക്കുലർ, ഇവിടെ ആണെങ്കിലോ ഇയും ഡി എസും പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ടോപ്പിലും ബോട്ടത്തിലും ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവിടെ ഫ്ലക്സ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? തീറ്റയുടെ വാല്യൂ 90 ആയതുകൊണ്ട് ഈ പോർഷനിൽ അതിൻ്റെ വാല്യൂ എത്രയായിപ്പോയി? 0 ആയിപ്പോയി. പിന്നെ തീറ്റയ്ക്ക് വാല്യൂ വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? അതുകൊണ്ട് ഈ കർവ്ഡ് പോർഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം φ=E.ds വെച്ചിട്ട് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ E.ds വെച്ചിട്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തിനാ ഓരോ പോർഷനിലെയും ഇയും ഡി എസും തമ്മിലുള്ള ഡയറക്ഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും അതിൻ്റെ വാല്യൂ 0 ആയിപ്പോയി. പിന്നെ അതിന് എവിടെ മാത്രമേ ഉള്ള വാല്യൂ? കർവ്ഡ് പോർഷനിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അവിടെ തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ E.ds എന്ന് പറയുന്നതിന് EDS എഴുതാം ആണല്ലോ. അപ്പോൾ ഇവിടെ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏരിയ അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സിലിണ്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ് വരുന്നത്? സിലിണ്ടറിൻ്റെ ലെങ്ത് ആണെങ്കിൽ അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ലെങ്ത് L ആണ്, അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? E×2πRL എന്ന് എഴുതാം. അപ്പോൾ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ E×2πRL ആണ്. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇനി അപ്പം നമ്മൾ φ=E.ds വെച്ചിട്ട് ഇക്വേഷൻ കിട്ടി. എത്ര? E×2πRL കിട്ടി. ഇനി അടുത്തത് നമ്മൾ φ=Q/ε0 ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എന്താ ചെയ്യേണ്ടത്? ചാർജിനെ ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി, ഇവിടെ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് അതിൻ്റെ ടേംസിൽ ഇതിനെ കൺവേർട്ട് ചെയ്യണം, ചാർജിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ λ=Q/L. അപ്പോൾ Q എന്താണെന്ന് എഴുതാം? λL. അപ്പോൾ φ എങ്ങനെ മാറും? λL/ε0 രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. E×2πRL λL/ε0. ഇനി ഏതൊക്കെ ക്യാൻസലായി പോകുന്നത്? എല്ലിൻ്റെ ടേംസ് രണ്ടും ക്യാൻസലായി പോകും. E എന്തെന്ന് കിട്ടും? λ/2πR
എപ്സിലോൺ 0 എന്നിട്ട്. അപ്പോൾ ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂലമുള്ള ചാർജ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ എത്രയാണ്? E ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2πr എപ്സിലോൺ 0 എന്ന് കിട്ടും. അപ്പോൾ ഫീഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ കൺസിഡർ ചെയ്തു. അതിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റാണിത് പി എന്ന് പറയുന്നത്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? പി എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഫൈ ഈക്വൽ ടു E.ds വെച്ചിട്ട് ഫ്ലക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഓരോ സർഫസിലെയും ഇയുടെയും dsൻ്റെയും ഡയറക്ഷൻ നോക്കി. എന്നിട്ട് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിച്ചു. പിന്നെ ഗോസസ് ലോ അപ്ലൈ ചെയ്തു. അപ്പോൾ ഫൈ ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 ആണ്. അവിടെ ക്യൂവിനെ ഏത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ ആ ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തു. രണ്ട് ഇക്വേഷനൂടെ കമ്പയർ ചെയ്തപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എത്ര കിട്ടി? ലാംഡ ഡിവൈഡ് ബൈ 2πr എപ്സിലോൺ 0.